ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. 10 മണിയോടെയാണ് ഗംഗാവലി പുഴയിൽ ഈശ്വർ മാൽപ്പയും സംഘവും ഇറങ്ങിയത്. മാൽപ്പയും ഡൈവർമാരും പലതവണ പുഴയിൽ മുങ്ങി പരിശോധന നടത്തി. SDRF, NDRF, നേവി സംഘങ്ങളും തിരച്ചിൽ തുടരുകയാണ്. ഷിരൂരിൽ നിന്ന് സാരംഗ് സുരേഷും ഫെലിക്സും ഉണ്ട്. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണോ? എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ സംഘങ്ങൾ വളരെ കാര്യക്ഷമമായി അവിടെ പ്രവർത്തനത്തിലുണ്ട്? ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമാണ്. എനിക്ക് പിറകിലായി കാണുന്ന ഉച്ചവെയിൽ കനത്തു നിൽക്കുന്ന ഈ സമയത്ത് പോലും SDRF-ഉം NDRF-ഉം നേവിയും അതുപോലെ ഈശ്വർ മാൽപ്പയുടെ സംഘവുമാണ് പുഴയിലിറങ്ങി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ ഏർപ്പെടുന്നത്. നേരത്തെ തന്നെ ഞാൻ നിൽക്കുന്നതിന് നേരെ താഴെയുള്ള പ്രദേശത്തായിരുന്നു ഇന്ന് രാവിലെ ഒരു ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയത്. അത് ആയിരിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് നിന്ന് രാവിലെ തന്നെ നമ്മൾക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ പിന്നീട് ടാങ്കർ ലോറിയുടെ ഡോറും ചില ലോഹഭാഗങ്ങളും ലഭിച്ച പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഈശ്വർ മാൽപ്പേ സംഘത്തിന്റെ തിരച്ചിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, അവിടെ ഒരു ഡൈവർ, ഈശ്വർ മാൽപ്പേ സംഘത്തിലെ ഒരു ഡൈവർ അവിടെ തീരത്തോട്, ഇപ്പോൾ പുതുതായി രൂപപ്പെട്ട തീരത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ആ രീതിയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടുപിറകിലുള്ള പ്രദേശത്ത് നിന്നാണ് അർജുന്റെ വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്കിൽ ഇവർ കണ്ടെത്താൻ സാധിച്ചത്. അതിൻ്റെ ഒരു വശത്ത് നിന്ന് ഇപ്പോൾ നേവി ഏറെ നേരമായി കേന്ദ്രീകരിച്ച് 2 ഡഗ്ഗി ബോട്ടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഏർപ്പെടുന്നത്. എന്തായാലും അത്രയും നേരം നേവി ബോട്ടുകൾ അവിടെ കേന്ദ്രീകരിക്കുന്ന സമയത്ത് കാര്യമായ എന്തോ ഒന്ന് അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർ ആ ഒരു പൊസിഷൻ എത്രയോ നേരമായി കീപ്പ് ചെയ്തു പോകുന്നു. നേരത്തെ നമ്മൾക്കറിയാം, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കരയിൽ നിന്ന് ഏകദേശം ഒരു 10-20 മീറ്ററോളം മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ലക്ഷ്മണ നായിക്കന്റെ കട നിന്നിരുന്ന പ്രദേശമാണ്. ആ വലിയ ആൽമരം ഉണ്ടായിരുന്ന മുന്നേറ്റ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ആ മരമൊക്കെ നിന്നിരുന്ന പ്രദേശത്തിന് പിറകിലുള്ള പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഒരു ബോട്ട് നിൽക്കുന്നത്. ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അപ്പോൾ അവിടെ നിന്നും ആ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ കാര്യമായി നടക്കുന്നത്. ഇപ്പോൾ NDRF സംഘം ഇപ്പോൾ കരയിലേക്ക് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. NDRF സംഘവും ഈശ്വർ മാൽപ്പേ സംഘവും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പേ സംഘത്തിലെ ഒരു ഡൈവർ കരയിലേക്ക് കയറി. നേരത്തെ അറിയിച്ചത് പ്രകാരം ഈശ്വർ മാൽപ്പേ സംഘത്തിലെ ഈശ്വർ മാൽപ്പേ അടക്കമുള്ള 5 ഡൈവർമാരായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരച്ചിൽ ഏർപ്പെടുക. തിരച്ചിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് വേലിയേറ്റത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ആ ഒരു ജലനിരപ്പിൽ ചെറിയ തോതിലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും പിന്നീട് ഇനി വരുന്ന മണിക്കൂറുകളിലെ ഇത്തരത്തിലുള്ള ആ ഒരു സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ, ആ ഒരു ഓപ്പറേഷൻ എന്തായാലും ഈ ദൗത്യത്തിൽ നിർണായകമായി മാറിയേക്കും എന്നുള്ളൊരു സാധ്യത കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തുന്ന ആ ഒരു ഓപ്പറേഷനിൽ വലിയ ഒരു പ്രതീക്ഷയും കുടുംബാംഗങ്ങളൊക്കെ തന്നെ അർപ്പിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറൊക്കെ തന്നെ അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. ജില്ലാ കളക്ടറും അർജുന്റെ കുടുംബവുമായി നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അവരും കുടുംബത്തോട് തങ്ങളുടെ പിന്തുണ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. തങ്ങളാൽ കഴിയാവുന്ന വിധത്തിലുള്ള എന്തും നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട്. കർണാടകയിലെ കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണസൈലാവട്ടെ അത്തരത്തിൽ പുഴയിൽ തന്നെ നേരിട്ട് NDRF സംഘത്തോടൊപ്പം ഇറങ്ങി രക്ഷാദൗത്യത്തിന്റെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്യുകയും പുഴയുടെ അടിത്തട്ടിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള നേവി സംഘത്തിൽപ്പെട്ട ആളുകളുമായി കൂടിയാലോചന നടത്തി എന്തൊക്കെയാണ് അവർക്ക് മുന്നിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അത് തരണം ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടി ഇത്തരത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് മുൻപ് ദേശീയപാതയുടെ ഭാഗമായി ഉണ്ടായിരുന്ന സുരക്ഷാ ഭിത്തികളും ഉരുളൻകല്ലുകളും ആൽമരവും വലിയ ഇത്തരത്തിലുള്ള പെട്ടെന്നൊന്നും നീങ്ങാൻ സാധ്യതയില്ലാത്ത ഉണങ്ങിപ്പിടിച്ച് കട്ടയായി മാറിയ ചളിയുമൊക്കെ തന്നെ പുഴയുടെ അടിയിൽ കട്ട പിടിച്ച് കിടക്കുന്നു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യം മാത്രമേ നിലവിൽ ഇപ്പോൾ ഈ ഒരു മിഷന്റെ ഭാഗമായി നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമാണ്. നമുക്കറിയാം, ഈ ഒരു കൊങ്കൺ ടെറൈനിൽ ഇത്രയും ശാന്തം സുന്ദരമായ ഒരു ക്ലൈമറ്റ്, ഒരു കാലാവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും എല്ലാ ഘടകങ്ങളും ഈ ഒരു തിരച്ചിലിന് ഏറെ അനുകൂലമാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കിട്ടിയ ഒരു അവസരം മുതലെടുക്കേണ്ടത്, ഇതിനെ ഒരു ഗോൾഡൻ ഹവറുകളായി കണ്ടുകൊണ്ട് വേണം മുന്നോട്ടേക്കുള്ള തിരച്ചിലൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ആ ഒരു തിരച്ചിലിന്റെ ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു തന്ത്രം എന്തുകൊണ്ടും ഫലപ്രാപ്തിയിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സംയുക്ത നീക്കത്തിൽ തന്നെ അല്പം മുന്നേ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാവിലെയോട് കൂടി തന്നെ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ സമയമാകുമ്പോഴേക്കും
പല നിർണായക വിവരങ്ങളും ഇതിനകം തന്നെ എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞു വെക്കേണ്ടതായുണ്ട് രതീഷ്. ശരി സാരംഗ്, ഫെലിക്സ് ഉണ്ട് അവിടെ നിന്നും. ഫെലിക്സ്, നമ്മളെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്നലെയും ജില്ലാ കളക്ടർ അവിടെ എത്തിയിരുന്നില്ല, മറ്റ് അധികൃതരാരും എത്തിയിരുന്നില്ല, ഇന്ന് രാവിലെയും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അവസ്ഥ മാറി, അവരൊക്കെ അവിടേക്ക് എത്തി. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. ഈ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങുന്നതിന് ഒരു തടസ്സം ആദ്യം പറഞ്ഞിരുന്നത്, കളക്ടർ എത്തിയ ശേഷം മാത്രം മതി എന്ന് പറഞ്ഞിരുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ആണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർ വന്നതിന് ശേഷം, ജില്ലാ കളക്ടർ എത്തിയതിനു ശേഷം എന്ത് സുരക്ഷയാണ് അവിടെ അവർക്കായി ഒരുക്കിയിട്ടുള്ളത്? മോത്തി, അതായത് MLA തന്നെ നമ്മളോട് വ്യക്തമാക്കിയത് അത് ഈ വിഷയത്തിൽ ഇങ്ങനെ തിരച്ചിൽ വഹിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഈശ്വർ മാൽപ്പെ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതല്ല, ഈ അടിയിൽ മരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേനയുടെയും NDRFന്റെയും സംഘത്തെയൊക്കെ തന്നെ ഒരുമിച്ച് നിർത്തിയ ശേഷം മാത്രം ഇങ്ങനെയൊരു ഈശ്വർ മാൽപ്പെ ഇറക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ 10 മണി വരെ വൈകിയത് എന്നതാണ് വിശദീകരണം. ഏതായാലും ഇപ്പോൾ വളരെ ഊർജിതമായി തന്നെ ഈ തിരച്ചിൽ നടത്തുന്നു എന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പ്രതീക്ഷയുള്ള എന്തോ സേനയുടെ ഭാഗത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 1 മണിക്കൂറിലേറെ നേരമായി ഒരേ സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത് ഇങ്ങനെയായിരുന്നില്ല നേരത്തെയൊക്കെ. പലയിടങ്ങളിലായി തെരച്ചിൽ വ്യാപിച്ച് നടക്കുന്നു. 1, 2, 3, 4 സോണുകളായി തിരിച്ച് അവിടെയൊക്കെ ഓരോ പോയിന്റുകളായി തിരിച്ചൊക്കെയാണ് തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അതെന്തുകൊണ്ട് കാരണമെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു പക്ഷേ പിന്നീട് സേന അല്ലെങ്കിൽ NDRFന്റെ ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ അക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴേതായാലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഒരു വ്യക്തതയോടുകൂടി തന്നെ ഒരു തെരച്ചിൽ നടത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കണ്ടെത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു സൂചന കിട്ടിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയധികം നേരമായി, അതുകൊണ്ട് 1 മണിക്കൂറിലേറെ നേരമായി NDRFന്റെ സംഘവും നേവിയുടെ സംഘവും ഈശ്വർ മാൽപ്പയുടെ സംഘവും ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു എന്നതാണ്. അത് പുഴയോട് ചേർന്നും ഉള്ള സ്ഥലത്തും ഒപ്പം തന്നെ പുഴയിൽ നിന്നും ഏതാണ്ട് ഒരു 30 മീറ്ററിനുള്ളിലും ഉള്ള സ്ഥലത്താണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയത്. അപ്പോൾ അവിടെ എന്തോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ഇത്രയധികം നേരമായി NDRFന്റെ ബോട്ടുണ്ട്, ഒപ്പം തന്നെ നാവികസേനയുടെ ഉണ്ട്. അപ്പോൾ നാവികസേനയും NDRFും ഒരുപോലെ, ഒപ്പം ഈശ്വർ മാൽപ്പയും ഉണ്ട്. അപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഇറങ്ങുന്നുണ്ട്, നേവിയുടെ സംഘവും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് സംഘവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇറങ്ങുന്നു എന്നതാണ്. അതെന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അവിടെ എന്തൊക്കെയോ സൂചനകൾ ലഭിച്ചിട്ടുണ്ടാകാം. കാരണം നേരത്തെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പല കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലൊക്കെയാണ് വ്യാപിച്ച് തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. കുറച്ചുകൂടി ഒരു കൃത്യത ഈ തെരച്ചിലിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അതൊരു പക്ഷേ നമുക്ക് അല്പസമയത്തിനകം അതെന്തുകൊണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തത വരും എന്നതാണ്. നേരത്തെ ഈ വാഹനത്തിൻ്റെതെന്ന് കരുതിയ ഒരു ഉപകരണം കിട്ടിയെങ്കിലും അത് ട്രക്കിൻ്റെ അല്ല, ടാങ്കർ ലോറിയുടേതാണ് എന്നതാണ് മനാഫ് വിശദീകരിച്ചത്. പക്ഷേ പിന്നീട് ചില ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ചില ലോഹഭാഗങ്ങളൊക്കെ തന്നെ നേവി നടത്തിയ തെരച്ചിലിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ലോറിയുടേതാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരണത്തിന് ആയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ അതേ സ്ഥലത്ത്, അതിനോട് ചുറ്റും ചേർന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ തെരച്ചിൽ കൂടുതൽ നേരമായി അവിടെ തന്നെ തെരച്ചിൽ നടത്തുന്നു എന്നതാണ്. ഒരു പക്ഷേ അത് കൂടുതൽ സൂചനകൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടാകാം എന്നതാണ് നമ്മൾ കരുതുന്നത്. ആ പ്രദേശത്ത് അല്പസമയം മുമ്പ് കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ സഞ്ചരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാലും ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നു. ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ്, നല്ല വെയിൽ ലഭിക്കുന്നു, ഒപ്പം തന്നെ നല്ല വെളിച്ചം, അതായത് ഈ വിസിബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. വെള്ളത്തിനടിയിലേക്ക് മുങ്ങിച്ചെന്ന് തപ്പി അടുത്തിട്ട് കണ്ട് മനസ്സിലാക്കി തെരച്ചിൽ നടത്താൻ കഴിയുന്നു എന്നതാണ്. രാവിലെ തെരച്ചിൽ നടത്തിയത് ഇന്ധനത്തിൻ്റെ അംശവും കണ്ട ജലത്തിന് സമീപത്താണെങ്കിൽ അവിടെ നിന്ന് മാറി ഇപ്പോൾ നേരത്തെ ജാക്കി കിട്ടിയ സ്ഥലത്തേക്ക് അതിൻ്റെ തെരച്ചിൽ മാറുന്നു. അവിടെ ഏറെ നേരമായി തെരച്ചിൽ നടത്തുന്നു. അവിടെ ഏറെ നേരമായി മുങ്ങി അതിനുള്ളിൽ നിന്നുകൊണ്ട് കുറേ അധികം സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ തിരികെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത്
എന്തുകൊണ്ടോ അവർ വലിയ രീതിയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ളൊരു തെരച്ചിൽ ആ പ്രദേശത്ത് നടത്തുന്നു എന്നതാണ്. അവിടെ തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇന്ന് MLA അറിയിച്ചത് വൈകുന്നേരം 5:30 വരെ തെരച്ചിലുണ്ടാകും. ആ സമയത്ത് ഒരുപക്ഷെ വേലിയേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജലനിരപ്പ് ഉയർന്നാൽ അത് തെരച്ചിലിനെ ബാധിക്കും. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നതാണ് MLA തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് തുടക്കത്തിൽ കണ്ട ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തതക്കുറവ് അല്ലെങ്കിൽ ഒരു ഏകോപനമില്ലായ്മ ഈ തെരച്ചിലിൽ തുടക്കത്തിൽ രാവിലെ കണ്ടെങ്കിൽ പിന്നീട് അങ്ങനെയൊന്നുമല്ല. വലിയ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. വലിയ സന്നാഹങ്ങളുണ്ട്, വലിയ സജ്ജീകരണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പുഴയിൽ ഇറങ്ങിച്ചെന്ന് പലയിടങ്ങളിലായി ആണെങ്കിൽ പിന്നീട് അത് ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആ തിരച്ചിൽ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നുന്നുണ്ട് ഒരു വെൽ എക്യുപ്ഡായി അല്ലെങ്കിൽ നല്ല ഊർജ്ജസ്വലമായി ആ തെരച്ചിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈഡ്രോളിക് ജാക്കി മാത്രമാണ് കിട്ടിയത്. ആ കിട്ടിയ സ്ഥലത്തേക്ക് കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നേവിയാണ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാക്കേണ്ടത്. കാരണം നേവിയുടെ പക്കലാണ് കൂടുതൽ ലോഹ ഭാഗങ്ങൾ കിട്ടിയത്. നമ്മൾ കാഴ്ചയിൽ കണ്ടതാണ്. പക്ഷെ അത് അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ NDRFന്റെ സംഘമുണ്ട്. ഈ NDRFന്റെ സംഘത്തോടൊപ്പമാണ്, അതായത് നേവിയുടെ സംഘവും NDRFന്റെ സംഘവുമുണ്ട്. NDRFന്റെ സംഘത്തോടൊപ്പമാണ് ഈശ്വർ മാൽപേ ഇവിടെ നിന്നും ഈ പുഴയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിലാണെങ്കിൽ ഇപ്പോൾ NDRFന്റെ കൂടി ഡെങ്കി ബോട്ടിലാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തി കരയോട് ചേർന്ന സ്ഥലത്ത് മുങ്ങി തെരച്ചിൽ നടത്തുന്നത്. അവിടെ ഏറെ നേരമായി തെരച്ചിൽ നടത്തുന്നു. ഈശ്വർ മാൽപ്പയുടെ ഒപ്പമുള്ള 2 പേരാണ് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നത്. നേവിയുടെ ഭാഗമായി 2 പേരും ഒരേ സമയം തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് കരയോട് ചേർന്നും ഒപ്പം തന്നെ കരയിൽ നിന്നും ഏതാണ്ട് 30 മീറ്റർ മാറിയുമുള്ള ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ വലിയ പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തകർക്കൊണ്ടൊപ്പം കരയിലുള്ളവർക്കുമുണ്ട്. ജിതിനടക്കമുള്ള ബന്ധുക്കൾ, അർജുൻ്റെ ബന്ധുക്കൾ ഏറെ നേരമായി വലിയ വെയിലാണ്, പക്ഷേ ഈ വെയിലത്തും കരയിൽ ഇരിപ്പുണ്ട്. അവർ വലിയ വാർത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുള്ളൊരു വാർത്ത അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അത് സ്വപ്നം കാണുന്നുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള തെരച്ചിലല്ല ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. കുറച്ചുകൂടി ഏകോപനം ഈ തെരച്ചിലിൽ ഉണ്ടാകുന്നു. കുറച്ചുകൂടി സജ്ജീകരണങ്ങളുണ്ട്. അവർ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശക്തമായി തന്നെ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നു എന്നത് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അത് അല്പം പ്രതീക്ഷ നൽകുന്നതുമാണ്.